So hi everyone, welcome to Engineering with Appuji. ഇപ്പോൾ ഇന്ന് നമ്മൾ S7 ECEയിൽ KTUയുടെ ബിടെക് അതിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷനിൽ S7ൽ വരുന്ന ഒരു പ്രോഗ്രാം ഇലക്റ്റീവാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം അതിൽ ഈ കൊടുത്തിരിക്കുന്നതാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ മൊഡ്യൂളിൻ്റെ മാപ്പ്. അതിൽ ഫസ്റ്റ് 2 പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ജനറൽ സിസ്റ്റമാണ്. ജനറൽ സിസ്റ്റത്തിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് റേ തിയറി ഉണ്ട്, റേ തിയറി ട്രാൻസ്മിഷൻ ആണ്. പിന്നെ മോഡ്സ് ഇൻ പ്ലേനാർ വേവ് ഗൈഡ് ഉണ്ട്. പിന്നെ ഫേസ് ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്കിപ്പോൾ റേ തിയറി ട്രാൻസ്മിഷൻ ഉണ്ട്. അതായത് വേവ്, അതായത് ലൈറ്റിനെ പറ്റിയിട്ട് ഈ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള കാര്യങ്ങൾ ഒരു റേ എന്നുള്ള രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്ത് വരുന്നതാണ് നമ്മുടെ റേ തിയറി ട്രാൻസ്മിഷൻ വരുന്നത്. അല്ലാണ്ട് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് എന്നുള്ള രീതിയിലൊക്കെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നമ്മുടെ ഈ ചാപ്റ്ററൊക്കെ മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ജനറൽ സിസ്റ്റത്തിൽ പഠിക്കുന്ന റേ തിയറി ട്രാൻസ്മിഷൻ ആണ്. പിന്നെ മോഡ്സ് ഇൻ പ്ലേനാർ വേവ് ഗൈഡും പിന്നെ ഫേസ് ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റീസ് ആണ് ഉള്ളത്. അതാണ് ഫസ്റ്റ് പാർട്ടിലുള്ളത്, ഫസ്റ്റ് മൊഡ്യൂളിലാണ് പറയുന്നത്. ഓക്കെ, ഇത് മൊഡ്യൂൾ മാപ്പ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെയാണ്. പിന്നെ ഫൈബറിനെ പറ്റിയിട്ടാണ്, അതിന് ടൈപ്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളെ പറ്റിയിട്ട്, പിന്നെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ്, സിംഗിൾ മോഡ് ഫൈബർ, കട്ട് ഓഫ് വേവ് ലെങ്ത്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് നിങ്ങൾക്കത് കാണുമ്പോൾ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ അത് കോംപ്ലക്സ് ഒന്നുമല്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന PDF, ഓക്കെ, ഞാൻ നിങ്ങളുടെ പ്രിഫേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് റെഫർ ചെയ്ത് ഉണ്ടാക്കിയ PDF ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് റെഫർ ചെയ്യാം. വീഡിയോയും കൂടെ ഒരുമിച്ച് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ജനറൽ സിസ്റ്റം നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഏതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അതിനകത്ത് ഉണ്ടാവാറ് ഒരു ട്രാൻസ്മിറ്റർ, ഒരു ട്രാൻസ്മിഷൻ മീഡിയം, ഒരു റിസീവർ, ഈ 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും. ട്രാൻസ്മിറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട സിഗ്നൽ അയക്കാനായിട്ടൊരു സംവിധാനം വേണമല്ലോ, അത്. പിന്നെ ഏതിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് ഒരു ട്രാൻസ്മിഷൻ മീഡിയവും, നിങ്ങൾക്കത് പിടിച്ചെടുക്കാനുള്ളത് ഒരു ഡീമോഡുലേറ്റർ അഥവാ ഒരു റിസീവറുമാണുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ 2 പേര് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിക്കുന്നത്, മൊബൈലിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, മൊബൈൽ ഒരേ സമയം മോഡുലേറ്ററും ഡീമോഡുലേറ്ററും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പം 2 അറ്റത്ത് നിൽക്കുന്ന 2 ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആദ്യത്തെ ആൾ സംസാരിക്കുന്നത് അവിടെ ഒരു ട്രാൻസ്മിറ്ററാണ്, അത് കേൾക്കുന്ന ആൾ ഒരു റിസീവറാണ്. ഈ ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാർത്ത അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇൻഫർമേഷൻ പോകുന്നത് ട്രാൻസ്മിഷൻ മീഡിയം, റിയൽ ലൈഫിൽ എയറിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് ട്രാൻസ്മിഷൻ മീഡിയമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മോഡുലേറ്റർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കാര്യം എടുത്താലും അല്ലെങ്കിൽ ഏത് രീതിയിലായാലും നമ്മൾ കൊടുക്കുന്നത് സ്പീച്ച് സിഗ്നലാണല്ലോ, നമ്മൾ കൊടുക്കുന്നത് സൗണ്ടാണ്. അതിനെ ഇത്രയും ദൂരം പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഏതായിട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ അത് വേവിൻ്റെ രീതിയിൽ അയച്ചിട്ട് പിന്നീട് ഒരു കേൾവിക്കാരൻ്റെ ചെവിയിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്കത് എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ വരിക. അപ്പോൾ നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആദ്യം ജനറൽ സിസ്റ്റമാണ് പഠിക്കുക. അതായത് സാധാരണ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ജനറൽ ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ജനറൽ സിസ്റ്റം പഠിക്കുന്നപ്പോഴാണ് ഈ കാര്യം പറഞ്ഞു. അതാണ് ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കൊരു ബ്ലോക്ക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ സോഴ്സ്, ട്രാൻസ്മിറ്റർ, ട്രാൻസ്മിഷൻ മീഡിയം, റിസീവർ, ഡെസ്റ്റിനേഷൻ. ഇത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾ കൊടുത്താൽ അതിനുള്ള മാർക്ക് അവിടെ വീഴും. പിന്നെ എന്തിനും, അതായത് ദ ഫംഗ്ഷൻ ഓഫ് എ സച്ച് സിസ്റ്റം ഇസ് ടു ട്രാൻസ്മിറ്റ് സിഗ്നൽ ഇൻഫർമേഷൻ സോഴ്സ് ഓർ ദ മീഡിയം ടു ഡെസ്റ്റിനേഷൻ. അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് ഡെസ്റ്റിനേഷനിലേക്ക്, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെയും എന്താ പറയുക, അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ മീഡിയം സാധാരണ ഇപ്പോൾ പെയർ ഓഫ് വയേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ കോയാക്സിയൽ കേബിൾ, റേഡിയോ ലിങ്ക്, ഏത് വഴി വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഡേറ്റ അയക്കാൻ പറ്റും. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പഠിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ വഴി ഡേറ്റ ട്രാൻസ്മിഷനാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ്. നിങ്ങൾ ആ ഒരു PDF വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏതൊരു മെക്കാനിസം ആണെങ്കിലും, ഇപ്പോൾ ഏതൊരു ട്രാൻസ്മിഷൻ്റെ രീതിയിലാണെങ്കിലും അതിൽ അറ്റുനേഷൻ ഉണ്ടാവും. അറ്റുനേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു സാധനം ഈ പറയുന്ന പോലെ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നിങ്ങൾ റേഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ ട്യൂൺ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ 93.5 7 ഒക്കെ വയ്ക്കുന്ന സമയത്ത് 1 2 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ, അല്ലെങ്കിൽ സെയിം പോയിന്റ് തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പാട്ട് കേൾക്കാൻ പറ്റാത്തൊരവസരം വരും. കാരണം ആ അയക്കുന്ന റേഡിയോ ഫ്രീക്വൻസിയിൽ വരുന്ന ഒരു ഡേറ്റ ഈ സബ്ജക്റ്റ് ടു
ലോസ് അല്ലെങ്കിൽ അറ്റന്വേഷൻ സംഭവിച്ചു. എയറിലൂടെ വരുന്ന റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ ലോസ് സംഭവിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വളരെ ദൂരെ നിന്ന് സംസാരിക്കുന്ന 2 ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ നിൽക്കുകയാണ്, പിന്നെ ദൂരെ ഒരു 500-600 മീറ്റർ ദൂരെ വേറെ ആൾ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അയാളോട് പറയുന്ന കാര്യം അവിടെ അയാളുടെ ചെവിയിലേക്ക് എത്തുമ്പോഴേക്കും ശബ്ദം കുറഞ്ഞു പോകും, ഇല്ലേ? അവിടെ ലോസ് ഉണ്ടാവണം, അറ്റന്വേഷൻ ഉണ്ടാവണം. അതിനാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുക. അത് ഈ പറയുന്ന ഒപ്റ്റിക്കൽ വേവ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അങ്ങനെ വരും. അതിന് നമ്മൾ സിഗ്നൽ നോയ്സ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ എന്താ പറയുക? ഡിസ്റ്റോർഷൻ എന്നാണ് പറയുക. ഡിസ്റ്റോർഷൻ അത് മീഡിയത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്കൊരു അമേരിക്ക വരാം, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്, കാസർഗോഡ് വഴി ഇതുപോലെ നമ്മളൊരു കാര്യം സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇത്ര ദൂരം, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മളൊരു സംഭവം കൊടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ എ സർട്ടൺ ഡിസ്റ്റൻസ് ഓഫ് എക്സ്, ഇത്ര ദൂരം കഴിയുന്ന സമയത്തേക്ക് അവിടെ ലോസ് ഉണ്ടാവും. അങ്ങനെ ലോസ് ഉണ്ടാകുന്ന സമയത്ത് ആ ലോസ് കുറയ്ക്കാനും ഈ പറയുന്ന പാക്കറ്റ്സ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനം അങ്ങ് അറ്റം വരെ എത്താൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ പാർട്ടിലും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിപ്പീറ്റർ അല്ലെങ്കിൽ ലൈൻ ആംപ്ലിഫയേഴ്സ് ഉപയോഗിക്കും. അതായത് ആഫ്റ്റർ എ സർട്ടൺ പോയിന്റ് ഓഫ് എ ഡിസ്റ്റൻസ് എക്സ് നമ്മളവിടെ ഒരു ആംപ്ലിഫയർ റിപ്പീറ്റർ വെക്കും, ലൈൻ ആംപ്ലിഫയർ വെക്കും. അപ്പോൾ ഈ വരുന്ന സിഗ്നൽ ഇത്രയും ദൂരം വരുമ്പം ഇതുപോലെ ഡിസ്റ്റോർഷൻ ആയി പോകും, അല്ലെങ്കിൽ പകുതി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പകുതി കട്ടായി പോകും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ഇവിടെ എത്തുന്ന സമയത്ത് വീണ്ടും അതിനെ ആംപ്ലിഫൈ ചെയ്ത് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇത് നെക്സ്റ്റ് 10 കിലോമീറ്റേഴ്സ് അതിനെ അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് ഡേറ്റ ലോസ് ആവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മിഷൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജനറൽ സിസ്റ്റം ഇതോടുകൂടി കഴിയണം. സാധാരണ എല്ലാത്തിലും ജനറൽ സിസ്റ്റം പറയുന്നത് തന്നെയാണ്, ഏതൊരു കാര്യത്തിലും ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ തന്നെ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അനലോഗ് ആയിട്ടും പറ്റും, ഡിജിറ്റൽ ആയിട്ടും പറ്റും. 2 രീതിയിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുക. ഓക്കെ, അതിൽ അനലോഗ് നോക്കാം. അനലോഗിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റർ, ഒപ്റ്റിക്കൽ സോഴ്സ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ, ഇലക്ട്രിക്കൽ റിസീവർ, ഡെസ്റ്റിനേഷൻ. ഞാൻ പറഞ്ഞുതരാം. ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശബ്ദമാണെന്ന് ഇരിക്കട്ടെ, ഒരു വേവ് ഉണ്ട്, നമുക്കൊരു സൈൻ വേവ് ഉണ്ട്, നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഈ പറയുന്നത് അല്ലെങ്കിൽ എന്തായിക്കൊണ്ട് പോട്ടെ, ഒരു ഇൻഫർമേഷൻ ആണ്, അത് ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റർ വഴി ആണ് അയക്കുന്നത്. ശബ്ദമായിട്ട് ഒരിക്കലും നമുക്ക് ഫൈബർ കേബിളിലൂടെ അയക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്ന സൗണ്ട് ആണ്, അല്ലെങ്കിൽ നമ്മുടെ വായി എന്ന് പറയുന്ന ലൈറ്റും അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ സൗണ്ട് നമ്മൾ ഒരു ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് ഇവിടെ നടക്കുക, ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റർ. ഈ ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്ററിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലേസർ ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് ആണ്, അല്ലെങ്കിൽ LED ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഒരു സെമി കണ്ടക്ടർ ലേസറാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഇലക്ട്രിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന, ഇലക്ട്രിക്കലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ സിഗ്നൽ, അതിനെ ഈ ഒപ്റ്റിക്കൽ സോഴ്സ് വഴി ഒരു ലൈറ്റ് സോഴ്സ് ആക്കി മാറ്റുന്നു. മനസ്സിലായില്ലേ? ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ട്, അതിന് നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ലൈറ്റ് സോഴ്സ് ആക്കി മാറ്റുകയാണ്. അവിടെ നമ്മളൊരു സെമി കണ്ടക്ടർ ലേസർ ഒക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെ അതിനെപ്പറ്റി ഇതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒപ്റ്റിക്കലായിട്ട് കൺവേർട്ട് ചെയ്താൽ പിന്നെ സിമ്പിളാണ്. നമുക്കൊരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചില എന്താ പറയുക, വൈഫൈയുടെ മോഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അറിയാൻ പറ്റും. ചെറിയൊരു കേബിൾ ഉണ്ട്, ഇപ്പോൾ ജിയോയുടെ ഒക്കെ ഉണ്ട്, ഒരുപാട്. അതിനകത്തുകൂടിയാണ് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോവുക. ഒപ്റ്റിക്കൽ കേബിളിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡിറ്റക്ടറിൽ എത്തുന്നു, ആ ലൈറ്റിനോട് ഡിറ്റക്ട് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും അതൊരു ഇലക്ട്രിക്കൽ റിസീവറിലേക്ക് കൺവേർട്ട് ആവുന്നു, അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് മാറുന്നു, ഡെസ്റ്റിനേഷനിലേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒപ്റ്റിക്കൽ സോഴ്സിൽ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ലേസർ LED ആണ്, ട്രാൻസ്മിഷൻ മീഡിയം ഒപ്റ്റിക്കൽ കേബിൾ ആണ്, റിസീവറിന് ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ്. ഈ ഫോട്ടോ ഡയോഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു സെമി കണ്ടക്ടർ ലേസർ വഴി നമ്മളിങ്ങനെ ലൈറ്റ് സോഴ്സ് ചെയ്യുന്നു, അതൊരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുള്ളിലൂടെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു, തിരിച്ച് ഒരു ഡിറ്റക്ടറിലേക്ക് എത്തുന്നു. ഈ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യുന്ന എന്താണ്? ലൈറ്റ് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്ന സാധനം അതൊരു ഫോട്ടോ ഡയോഡ് ആയിരിക്കും. നിങ്ങൾ ചെറുതിലെ പഠിച്ചിട്ടുണ്ട് ഫോട്ടോ ഡയോഡ്, PN ഉണ്ട്, PIN ഉണ്ട്, അവലാഞ്ചി ഫോട്ടോ ഡയോഡ് ഉണ്ട്, പിന്നെ ഫോട്ടോ കണ്ടക്ടർ, ഫോട്ടോ ട്രാൻസിസ്റ്റർ. ഈ പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ഡിറ്റക്ടേഴ്സ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക. ഒന്ന് ഫോട്ടോ ഡയോഡ്, ഫോട്ടോ കണ്ടക്ടർ, പിന്നെ ഫോട്ടോ ട്രാൻസിസ്റ്റർ. ഓക്കെ,
ഈ അനലോഗ് ഞാൻ പറഞ്ഞു, അനലോഗും ഡിജിറ്റലും ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനലോഗാണ്. ഓക്കെ, അതിൽ പറയുന്നത് ഈ വേരിയേഷൻ ഓഫ് ലൈറ്റ് എമിറ്റഡ് ഫ്രം ഒപ്റ്റിക്കൽ സോഴ്സ് ഇൻ കണ്ടിന്യൂസ് മാനർ. അതിനെ നിങ്ങൾ അത് നോക്കി നോക്കിയ ഒരു പോയിന്റ് ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സിമ്പിൾ ആണ്, പക്ഷെ അത് എഫിഷ്യൻസി കുറവാണ്. അനലോഗ് ആയിട്ടുള്ള സിഗ്നൽ വെച്ചിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ ചെയ്യുന്നത് എഫിഷ്യൻസി കുറവാണ്. കാരണം അതിന്റെ റിസീവറിൽ ഒരു ഹയർ സിഗ്നൽ ടു നോയിസ് റേഷ്യോ നമുക്ക് ആവശ്യമുണ്ട്. അത് എപ്പോഴും അതിന് കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ലീനിയാരിറ്റി നീഡഡ് ബൈ അനലോഗ് ഈസ് നോട്ട് ഓഫൺ പ്രൊവൈഡഡ് ബൈ സെമി കണ്ടക്ടർ ഒപ്റ്റിക്കൽ സോഴ്സ് അറ്റ് ഹൈ മോഡ് ഫ്രീക്വൻസി, സോ ലിമിറ്റഡ് ടു ഷോർട്ടർ ഡിസ്റ്റൻസസ് ആൻഡ് ലോവർ ബാൻഡ് വിഡ്ത്ത് ദാൻ ഡിജിറ്റൽ. ഈ ദാൻ ഡിജിറ്റൽ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഈ അനലോഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു പൾസ് പോലെയാണ് അല്ലെ. ഓൺ ഓഫ് എന്ന് പറയുന്നത് ഇതൊരു 1 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, വീണ്ടും ഒരു 1 ആയിരിക്കും. അതാണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ലീനിയാരിറ്റി, ഇത് അനലോഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു സൈൻ വേവ് പോലെ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും രീതിയിലുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും അത് വളരെ ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, നമ്മൾ വീണ്ടും ഡിജിറ്റൽ മോഡുലേഷനിലേക്ക് വരികയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കി വെച്ചേക്കുക. അതിലൊരു ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ട്, ഒരു എൻകോഡർ ഉണ്ട്. ഇവിടെയാണ് ഒരു ലേസർ ഡ്രൈവ് സർക്യൂട്ട്. അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സിലബസിനകത്തില്ല. ലേസർ ഡ്രൈവ് സർക്യൂട്ട്, ലേസർ ഞാൻ നേരത്തെ പറഞ്ഞത് ലേസർ. ഈ ലേസർ എന്ന് വരുന്നത് ഈ ഫൈബർ കേബിളിലൊക്കെയാണ് പോവുക. ഫൈബർ കേബിൾ വഴി ഈ എൻഡിൽ കൂടി തിരിച്ച് ഈ എൻഡിൽ വരുന്നു. ഈ APD എന്ന് ഉദ്ദേശിക്കുന്നത് അവലാഞ്ചെ ആണ് കേട്ടോ, അവലാഞ്ചെ ഫോട്ടോ ഡയോഡ്. ഓക്കെ, ഒരു അവലാഞ്ചെ ഫോട്ടോ ഡയോഡാണ് APD. അത് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ആംപ്ലിഫയർ അല്ലെങ്കിൽ ഈക്വലൈസർ പിന്നീട് ഡീകോഡറിലേക്ക് പോകുന്നു. ഇതിൽ ലേസർ ഡ്രൈവ് സർക്യൂട്ട്. ഓക്കെ, അത് എന്തിനാന്ന് വെച്ചാൽ ടു മോഡുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് സെമി കണ്ടക്ടർ ലേസർ വിത്ത് എൻകോഡഡ് ഡിജിറ്റൽ സിഗ്നൽ. അതായത് നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ സിഗ്നലിനനുസരിച്ചിട്ട് ഈ സെമി കണ്ടക്ടർ ലേസർ ഡ്രൈവിൻ്റെ ഇൻറ്റൻസിറ്റി മോഡുലേറ്റ് ചെയ്യണം. അത് നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഈ ഓൺ ഓഫ് സിഗ്നലിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ എൻകോഡ് ചെയ്തിരുന്ന ഡിജിറ്റൽ സിഗ്നലിനനുസരിച്ചിട്ട് ഇവിടെ മോഡുലേറ്റ് ചെയ്യാനാണ് ലേസർ ഡ്രൈവ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ള ഈ ആംപ്ലിഫയർ ആൻഡ് ഈക്വലൈസറാണ്. ഇത് പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഇതിന് ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ, ഗെയിൻ. ഓക്കെ, പിന്നെ നിങ്ങൾ കഴിഞ്ഞ 1-2 സെമ്മിന് മുമ്പ് പഠിച്ച ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഈ ഗെയിൻ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ലീനിയർ സിഗ്നലായിട്ട്, ഓക്കെ, ഒരു ലീനിയർ സിഗ്നൽ പ്രോസസ്സിംഗ്, ഒരു ലീനിയർ സിഗ്നൽ പ്രോസസ്സിംഗ് കൊടുക്കാനാണ്. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു നോയ്സ് റിഡക്ഷൻ്റെ കാര്യം കൂടി അതിനകത്ത് പറയാം. നോയ്സ് റിഡ്യൂസും കൂടി ചെയ്യാൻ ഈ ആംപ്ലിഫയർ ആൻഡ് ഈക്വലൈസർ സർക്യൂട്ട് സഹായിക്കും. ഡീകോഡർ പിന്നെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ലേസർ ഡ്രൈവ് സർക്യൂട്ട് മോഡുലേറ്റ് ദി ഇൻറ്റൻസിറ്റി ഓഫ് സെമി കണ്ടക്ടർ ലേസർ യൂസിങ് എൻകോഡഡ് ഡിജിറ്റൽ സിഗ്നൽ. ഈ പോയിന്റാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. PDF ആയിട്ട് എടുക്കുന്ന സമയത്ത് അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഡിജിറ്റൽ ആകുമ്പോൾ അതൊരു ഡിസ്ക്രീറ്റ് ടൈപ്പ് ആയിരിക്കും. പിന്നെ ഓൺ ഓഫ് എന്താ പറയുക, പൾസസ് പോലെ ആയിട്ടിരിക്കുക. അപ്പോൾ ആ ഒരു പോയിന്റും കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സിലബസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിലബസ് പ്രധാനപ്പെട്ട് പറഞ്ഞ ആ ഒരു ജനറൽ സിസ്റ്റം പറഞ്ഞു, അനലോഗിൻ്റെ പറഞ്ഞു, ഡിജിറ്റൽ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും ഇതില്ലാണ്ടൊരു പേപ്പർ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നത് വളരെ ചെറിയ പിക്ഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ്. എല്ലാ വാല്യുകളും ചോദിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ പ്രിഫേർഡ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്കറിയാം അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ സിലബസ് നോക്കുമ്പോൾ ടോപ്പിക്ക് കൊടുക്കും, അതിൻ്റെ സൈഡിൽ ലെക്ചർ അവേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് അതിനകത്ത് 2 ലെക്ചർ അവറൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം 2 മണിക്കൂറിന് മേലെ ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിന് ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനുണ്ട്. പക്ഷെ ഒരു ലെക്ചർ അവറൊക്കെ ഉള്ള സാധനങ്ങൾക്ക് നമുക്കറിയാം അത്രയും വാസ്റ്റ് ആയിട്ട് 5-6 പേജും essay ഉള്ള ആയിട്ടൊന്നും അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ലെക്ചർ അവർ ഉള്ള സാധനത്തിനൊക്കെ അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു ഇത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ സിലബസിൽ ചോദിച്ചിരിക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് OFCയെ പറ്റി മനസ്സിലാക്കാനാണ്. എന്തൊക്കെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്നാണ്. ഒന്ന്, ഒരു ഇനോർമസ് പൊട്ടൻഷ്യൽ ബാൻഡ് വിഡ്ത്ത് അതിനകത്തുണ്ട്. നമുക്ക് ബാൻഡ് വിഡ്ത്ത് ആയിട്ടാണ് പറയുക. അതായത് 10⁻13 to 10⁻16 ആണ്. 10 കഴിഞ്ഞിട്ട് 13 പൂജ്യം, അതായത് 10 കഴിഞ്ഞിട്ട് 16 പൂജ്യം വരെയാണ് വരിക.
സാധാരണ നമ്മുടെ മെറ്റൽ കേബിൾ ഉണ്ടല്ലോ, കോയാക്സൽ കേബിൾ, അതിൽ മാക്സിമം എന്ന് പറയുന്നത് 20 മെഗാ ഹെർട്സ് വരെയൊക്കെ പറ്റത്തുള്ളൂ. ഒരു 10 കിലോമീറ്റർ റേഡിയസിൽ കോയാക്സൽ കേബിളിന് അത്രയൊക്കെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മില്ലിമീറ്റർ വേവ്, അത് ഒരു കുറച്ച് മീറ്റേഴ്സ് 100 മീറ്റർ ഒക്കെ എടുത്ത് 700 മെഗാ ഹെർട്സ് ഒക്കെ പറ്റും. പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ 10⁻13 to 10⁻16 അത്രയും റേഞ്ച് ബാൻഡ് വിഡ്ത്ത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത അതിൻ്റെ സൈസും വെയിറ്റും ആണ്. നിങ്ങൾ ഈ പോയിന്റുകൾ എഴുതിയെടുക്കുക. ഈ 8-9 പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലോർത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രമേ, എല്ലാം കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഹ്യൂമൻ ഹെയറിനെക്കാളും കുറച്ചധികം കൂടി ബിഗർ മാത്രമാണ്. പിന്നെ അത് ഇൻസുലേഷൻസ് ഉണ്ട്, ചെറിയ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ സിറ്റീസിൽ വലിയ വലിയ ഡേറ്റ കണക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കഞ്ചഷൻ ഇല്ലാണ്ട് പോവും, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, എല്ലാം ഭയങ്കര ബൾക്കി ആയിട്ടൊന്നും കിടക്കില്ല. പിന്നെ ഇത് ഇത്രയും കഞ്ചഷൻ ഇല്ലാത്തത് കൊണ്ടും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും തന്നെ എയർക്രാഫ്റ്റ്, സാറ്റലൈറ്റ്, ഷിപ്പുകളിലൊക്കെ ഇത് ഉപയോഗിക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, അത് എഴുതുക. പിന്നെയുള്ള ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ആണ്. ഇലക്ട്രിക്കൽ ഐസൊലേഷൻ എന്ന് പറയുമ്പം ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ് ആണ്. ചില സമയത്ത് ചില പ്ലാസ്റ്റിക് പോളിമർ കൊണ്ടായിട്ടും ഇത് നിർമ്മിക്കാറുണ്ട്. അപ്പോൾ രണ്ടും എന്താണ്, ഗ്ലാസ് ആയാലും പ്ലാസ്റ്റിക് പോളിമർ ആയാലും അതൊരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആണ്. അതുകൊണ്ട് എർത്ത് ലൂപ്പ് ചെയ്യില്ല. എന്നുവെച്ചാൽ പുറത്തേക്ക് കണ്ടക്ട് ചെയ്ത് പുറത്തേക്ക് നിങ്ങളുടെ സിഗ്നൽ ഒരിക്കലും പോവില്ല. അത് മാത്രമല്ല, ഈ സാധാരണ ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ വയർ കൊടുക്കുന്ന സമയത്ത് ഒരു സ്പാർക്ക് ഉണ്ടാവുമെന്നോ ചില അബ്രേഷൻ പോയിന്റുകൾ, ഹസാർഡ് ഉണ്ടാവുന്നു, ഷോക്ക് അടിക്കുന്നു, അങ്ങനെ ഒന്നുമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾക്ക് എക്സ്പോസ് ആയി തോന്നിയാൽ അവിടെ ഡേറ്റ ലോസ് ഉണ്ടാവുക എന്നുള്ളതല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരു ഹെൽത്ത് ഹസാർഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഹസാർഡ് എന്നുള്ള രീതിയിൽ ഒരിക്കലും പോവില്ല. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇമ്മ്യൂണിറ്റി ടു ഇന്റർഫിയറൻസ് ആൻഡ് ക്രോസ് ടോക്ക് എന്ന് പറയുന്നത്. അതായത് EMI അല്ലെങ്കിൽ RFI, പിന്നെ ചില EMB ഒക്കെ വന്നിട്ട് പുറത്തു നിന്നുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ് വെച്ച് ചില സിഗ്നലൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു സാധനം ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുറത്തു നിന്ന് ചില പൾസ് ഒക്കെ വിട്ടിട്ട് അതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക, അങ്ങനെയൊന്നും ഇതിൽ പറ്റുന്ന കാര്യമില്ല. കാരണം ഇതിൽ അതിനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്റർഫേസ് ആൻഡ് ക്രോസ് ടോക്ക് ആണ്. EMIയോ RFIയോ EMB, ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകളാണ് EMB എന്ന് പറയുന്നത്. അപ്പം അത് വെച്ച് നിങ്ങൾ സിഗ്നൽ ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സിഗ്നൽ നശിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. ഓക്കെ, പിന്നെ ഉള്ളത് സിഗ്നൽ സെക്യൂരിറ്റി ആണ്. സിഗ്നൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മിലിറ്ററിയിലൊക്കെ പ്രധാനമായിട്ടാണ് ഇതിൽ ഉപയോഗം ഉണ്ടാവുക. മിലിറ്ററിയിൽ, പിന്നീട് ബാങ്കിങ്ങിൽ, ഡേറ്റ ട്രാൻസ്മിഷനിലൊക്കെ. കാരണം ഇതൊരിക്കലും സിഗ്നിഫിക്കൻ്റ്ലി റേഡിയേറ്റ് ചെയ്യില്ല. ഇപ്പം നിങ്ങൾ ഒരു സാധനം ഇപ്പം ബൈ എയർ ഒരു റേഡിയോ വേവ് വിടുകയാണെങ്കിൽ അത് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ, ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ പോലും ആർക്കെങ്കിലും അത് റിസീവ് ചെയ്യാൻ പറ്റും, അല്ലേ? പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബർ, OF ഉദ്ദേശിച്ച ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ സിഗ്നൽ അങ്ങനെ ഒരിക്കലും ഒരു നോൺ ഇൻവേസീവ് രീതിയിൽ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആ ഫൈബർ കേബിൾ നിങ്ങൾ പൊട്ടിച്ച് അതിനകത്തു നിന്ന് വേറെ കണക്ഷൻ ഇട്ട് എടുക്കണം. അങ്ങനെ എടുത്താൽ തന്നെ അത് എത്ര വേഗത്തിൽ, ലൈറ്റ് സ്പീഡിൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഇൻവേസീവ് മാനറിൽ നമ്മുടെ ഡേറ്റ ലീക്ക് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ലോ ട്രാൻസ്മിഷൻ ലോസ്, അറ്റുനേഷൻ കുറവാണ്. അതായത് 0.15 dB per കിലോമീറ്റർ ആണ് ലോ ട്രാൻസ്മിഷൻ ലോസ്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, ഈ ഒരു കണക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 0.15 dB per കിലോമീറ്റർ. ഈ ഇതുള്ളത് കൊണ്ട് വളരെ എക്സ്ട്രീംലി വൈഡ് റിപ്പീറ്റേഴ്സ് ആണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 0.5 dB per കിലോമീറ്റർ, അതായത് 1 കിലോമീറ്റർ കഴിയുന്ന സമയത്ത്, 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് കഴിയുന്ന സമയത്ത് 0.15 dB ആണ് ലോസ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എത്രയോ കിലോമീറ്റർ ദൂരെ വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്തിൻ്റെ ഒരു ആവശ്യമുള്ളൂ, ഒരു റിപ്പീറ്റർ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയറിൻ്റെ ആവശ്യമുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ബാക്കിയുള്ള ആൾട്ടർനേറ്റ് ആകുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് 2 dBയോ 3 dBയോ 4 dBയോ ഒക്കെ പോവുകയാണെങ്കിൽ 10 കിലോമീറ്റർ ഒന്നും വെച്ച് നമുക്ക് എന്ത് വെച്ചാൽ പോരാ, റിപ്പീറ്റർ വെച്ചാൽ പോരാ. അതിനേക്കാളും ചെറിയ കിലോമീറ്റർ റിപ്പീറ്റർ വെക്കേണ്ടി വരും. അപ്പോൾ അത്രയും കോസ്റ്റ് കൂടും. മനസ്സിലായില്ലേ? പിന്നെ റഗഡ്നെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. അത് എക്സ്ട്രീംലി ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ട്വിസ്റ്റ് ചെയ്യാം, ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ eine പ്രത്യേകതയാണ്. പിന്നെ റിലയബിലിറ്റി ആൻഡ് ഈസ് ഓഫ് മെയിൻ്റനൻസ്. അത് ലോ കോസ്റ്റ് ആണ്. ഒരു വല്ലപ്പോഴും 20-30 വർഷമൊക്കെ ആവുന്ന സമയത്ത് മാത്രം നിങ്ങൾ അത് മെയിൻ്റനൻസ് വെച്ചാൽ മതി. അത്രയും വർഷം ഒരു പ്രശ്നമില്ലാണ്ട് അത് മുന്നോട്ട് പോകും. പിന്നെ പൊട്ടൻഷ്യൽ ലോ കോസ്റ്റ്, അത് ഇത്രയും പറഞ്ഞതുകൊണ്ട്, അതായത് പോയിന്റ് A, B, H and F ഞാൻ നേരത്തെ പറഞ്ഞു, അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ പൊട്ടൻഷ്യൽ ലോ കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾ I വരെ, ഏതൊട്ട് I വരെയുള്ള പോയിന്റ് മനസ്സിൽ ഓർത്ത് വെക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ മിലിറ്ററി ആപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ പറയുക. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്.